ബാക്ക് ടു റെയിൻബോ ക്ലാസ്സസ്. 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പാത്ത് ഓഫ് എവല്യൂഷൻ്റെ 7ാമത്തെ പാർട്ടാണിത്. ആദ്യത്തെ പാർട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ പാർട്ട് കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ബ്രെയിനിനെ പറ്റിയിട്ടാണ്. നമ്മളെ ബ്രെയിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഭാഗങ്ങളെ പറ്റിയിട്ട് ബ്രെയിനിൽ ഏതൊക്കെ പാർട്ട് ഉണ്ട്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ ക്ലാസ്സിലോട്ടേക്ക് പോകാം. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു ഫിഗറാണ്, ഈ ന്യൂറോണിൻ്റെ ഫിഗറാണ് ഈ തന്നിരിക്കുന്നത്. ഈ ന്യൂറോണിൽ ഇവിടെ ഒരു ഭാഗം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് മൈലിൻ ഷീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. മൈലിൻ ഷീറ്റാണ് നമ്മുടെ ഈ ബ്ലൂ കളറിൽ കാണുന്ന ഈ ഒരു ഭാഗങ്ങളൊക്കെ മൈലിൻ ഷീറ്റ് എന്നാണ് നമ്മൾ വിളിക്കുക. ഇത് ന്യൂറോണിൽ കാണുന്ന ഒരു സ്പെഷ്യൽ ടിഷ്യൂ ആണ് എന്തെന്ന് പറയുന്നത്, മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഈ മൈലിൻ ഷീറ്റിൻ്റെ ഫങ്ഷൻ എന്താണ്, എന്തിനാണ് ഈ മൈലിൻ ഷീറ്റ് നമ്മുടെ ന്യൂറോൺസിൽ കാണുന്നത് എന്നാണ് നമ്മൾ അടുത്ത പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചും കൂടി മൈലിൻ ഷീറ്റിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഒരു ചിത്രം കൂടി തന്നിട്ടുണ്ട്, അതാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ മൈലിൻ ഷീറ്റ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതേപോലെ തന്നെ മൈലിൻ ഷീറ്റിൻ്റെ ഫങ്ഷൻ എന്താണെന്നൊക്കെ ഒരു പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ചില ന്യൂറോൺസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ന്യൂറോൺസിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ആക്സോൺ, ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ ഈ കാണുന്ന ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ്, അതായത് ഈ നീളം കൂടിയിട്ടുള്ള ഈ ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സോൺ എന്ന് വിളിക്കും. ഈ ആക്സോണിനെ കവർ ചെയ്ത് കാണുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, മൈലിൻ ഷീറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. മൈലിൻ ഷീറ്റ് കാണുന്നത് നമ്മളെ ആക്സോണിനെ, ഈ നീളം കൂടിയിട്ടുള്ള ഫൈബർ പോലത്തുള്ള ഭാഗത്തിനെയാണ് നമ്മൾ ആക്സോൺ എന്ന് വിളിക്കുക. ഈ ആക്സോണിനെ കവർ ചെയ്ത് കാണുന്ന ഒരു സ്ട്രക്ചറാണ് എന്തെന്ന് പറയുന്നത്, മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് ആദ്യത്തെ സെൻറ്റൻസ് ആയിട്ട് തന്നിരിക്കുന്നത്. ദി ആക്സോൺ ഈസ് കവേർഡ് ബൈ എ ലെയർ കോൾഡ് മൈലിൻ ഷീറ്റ്. മനസ്സിലായല്ലോ. ഇനി എന്താണ് മൈലിൻ ഷീറ്റ്, എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് അടുത്തതിൽ പറയുന്നത്. മൈലിൻ ഷീറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ഷൈനി ആയിട്ടുള്ള വൈറ്റ് ഫാറ്റ് കോൾഡ് മൈലിൻ. മൈലിൻ എന്ന് പറയുന്ന ഷൈനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിളക്കമുള്ള വൈറ്റ് ഫാറ്റ് കൊണ്ട് ആണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്, ഈ മൈലിൻ ഷീറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ വൈറ്റ് ഫാറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈലിൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് ഈ മൈലിൻ ഷീറ്റിൻ്റെ ഫങ്ഷൻ എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ന്യൂറോൺസിൽ കൂടെയാണ് നമ്മുടെ സിഗ്നൽസ് നമുക്ക് ബ്രെയിനിൽ കൂടെ, അതായത് ബ്രെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത് ന്യൂറോൺസ് വെച്ചിട്ടാണ്. അപ്പം ഈ ന്യൂറോൺസിൽ കൂടെയാണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള സന്ദേശങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ ഇമ്പൾസിൻ്റെ ഫോമിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഈ മെസ്സേജ് വളരെ പതുക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പതിയെ മാത്രമാണ് നമുക്ക് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഈ മൈലിൻ ഷീറ്റുള്ള ന്യൂറോൺസിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഫാസ്റ്റായിട്ട് മെസ്സേജസ് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ വരുന്ന മെസ്സേജിനെ വളരെ വേഗത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് സഹായിക്കുന്നത്, മൈലിൻ ഷീറ്റ് സഹായിക്കുന്നത്. അതാണ് അടുത്തത് പറയുന്നത്. Major function of myelin sheets are to increase speed of transmission of messages by acting as an insulator. മനസ്സിലായല്ലോ. ഇൻസുലേറ്റർ പോലെ ഇത് ആക്ട് ചെയ്യും നമ്മുടെ മൈലിൻ ഷീറ്റ്. അതിൻ്റെ ഫലമായിട്ട് ഈ ന്യൂറോൺസിൽ കൂടെയുള്ള സന്ദേശങ്ങൾ വളരെ സ്പീഡിൽ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെന്താണ്, നമ്മുടെ ന്യൂറോണിന് ആവശ്യമായിട്ടുള്ള നറിഷ്മെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മൈലിൻ ഷീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ആക്സോണിനെ എക്സ്റ്റേണൽ ഇഞ്ചുറിയിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ആക്സോണിനെ കവർ ചെയ്തിട്ടാണ് എന്ത് കാണുന്നത്, നമ്മുടെ മൈലിൻ ഷീറ്റ് കാണുന്നത്. അപ്പോൾ ആക്സോണിന് എന്തെങ്കിലും അപകടം വരാതിരിക്കാൻ, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും എന്ത് സഹായിക്കുന്നുണ്ട്, നമ്മുടെ മൈലിൻ ഷീറ്റ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമ്മുടെ മൈലിൻ ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാന്നാണ് അടുത്ത സെൻറ്റൻസിൽ പറയുന്നത്. മൈലിൻ ഷീറ്റ് ഇൻ ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ബ്രെയിനിലെയും സ്പൈനൽ കോഡിലെയും മൈലിൻ ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒലിഗോഡെൻഡ്രോസൈറ്റ് ആൻഡ് ഇൻ ദ നെർവ്സ് ബൈ ഷ്വാൻ സെൽസ്. അതായത് ഒലിഗോഡെൻഡ്രോസൈറ്റും ഷ്വാൻ സെൽസുമാണ് നമ്മുടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മുടെ മൈലിൻ ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്.
ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും പോർഷൻസ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന പോർഷൻസ് ആണ്. ഇത് വൃത്തിയായിട്ട് പഠിക്കുക. എന്താണ് മൈലിൻ ഷീറ്റ്, മൈലിൻ ഷീറ്റിൻ്റെ ഫങ്ഷൻ എന്താണെന്നുള്ള കാര്യം കൂടി പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് വൈറ്റ് മാറ്റർ, എന്താണ് ഗ്രേ മാറ്റർ എന്ന് പറയുന്ന രണ്ട് ടേംസിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാനുള്ളത്. നമ്മുടെ വൈറ്റ് മാറ്റർ എന്താണെന്ന് നമുക്ക് ആദ്യം പഠിക്കാം. വൈറ്റ് മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലും സ്പൈനൽ കോഡിലും എന്താണ് മൈലിനേറ്റഡ് ന്യൂറോൺസ്, അതായത് നമ്മൾ പറഞ്ഞു ഇത് നമ്മുടെ ന്യൂറോണാണ്, ഇത് ന്യൂറോൺ ആണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ന്യൂറോൺ ആണെങ്കിൽ ഇത് ന്യൂറോണിൻ്റെ ആക്സോണാണ്. ഈ ആക്സോണിൽ മൈലിൻ ഷീറ്റ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, മൈലിൻ ഷീറ്റ് പ്രസൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൈറ്റ് മാറ്റർ. അപ്പോൾ വൈറ്റ് മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സോണിൽ മൈലിൻ ഷീറ്റ് ഉള്ളവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, വൈറ്റ് മാറ്റർ എന്ന് വിളിക്കാം. ഇനി ആക്സോണിൽ മൈലിൻ ഷീറ്റ് ഇല്ല എന്ന് വിചാരിക്കാം. ആക്സോണിൽ മൈലിൻ ഷീറ്റ് ഇല്ല, ഇതാണ് നമ്മുടെ ന്യൂറോൺ. ഈ ന്യൂറോൺ ഇതാണ് ആക്സോൺ. ഈ ആക്സോണിനെ ചുറ്റിയിട്ട് മൈലിൻ ഷീറ്റ് ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ആക്സോണിനെ ചുറ്റി മൈലിൻ ഷീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഗ്രേ മാറ്റർ. ഓക്കെ ആണല്ലോ. നമുക്ക് ഈ സെൻറ്റൻസ് ഒന്ന് വായിച്ച് നോക്കാം. ഇൻ ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ദ പാർട്ട് വേർ ദ മൈലിനേറ്റഡ് ന്യൂറോൺസ് ആർ മോർ അബണ്ടൻറ്റ് ഈസ് കോൾഡ് വൈറ്റ് മാറ്റർ. മനസ്സിലായല്ലോ. മൈലിനേറ്റഡ് ന്യൂറോൺസ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, വൈറ്റ് മാറ്റർ എന്ന് വിളിക്കുക. The part where the cells, bodies and part of neuron without myelin sheet, അതായത് മൈലിൻ ഷീറ്റ് ഇല്ലാത്ത ഭാഗങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, ഗ്രേ മാറ്റർ എന്നാണ് വിളിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ക്ലിയർ ആയിന്ന് തോന്നുന്നു. അപ്പോൾ എന്താണ് വൈറ്റ് മാറ്റർ, എന്താണ് ഗ്രേ മാറ്റർ എന്ന് വളരെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കും. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ടേക്ക് പോകാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇത് എന്തായാലും പഠിച്ചു വെക്കേണ്ട ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ, അതായത് നമ്മുടെ തലച്ചോറൊക്കെയുള്ള നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ നമ്മൾ രണ്ട് ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും ഒന്ന് പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നും. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ നമ്മൾ പ്രൊണൗൺസ് ചെയ്യും, നമ്മൾ ഷോർട്ട് ഫോമിൽ എന്ത് എഴുതുന്നുണ്ട്, CNS എന്ന് എഴുതുന്നുണ്ട്. അതേപോലെ തന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനെ നമ്മൾ ഷോർട്ട് ഫോമിൽ PNS എന്നും എഴുതുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ നമ്മൾ രണ്ട് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റത്തെ ഭാഗമാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം, രണ്ടാമത്തെ ഭാഗമാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലുള്ളതാണ് ബ്രെയിനും സ്പൈനൽ കോഡും. ബ്രെയിനും സ്പൈനൽ കോഡും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലുള്ളതാണ്. ഇനി പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ എന്തൊക്കെ ഭാഗങ്ങളുള്ളതെന്ന് നമുക്ക് നോക്കാം. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ ക്രേനിയൽ നെർവ്സ് ഉണ്ട്, സ്പൈനൽ നെർവ്സ് ഉണ്ട്, പിന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റം, പിന്നെന്തുണ്ട്, റിസപ്റ്റേഴ്സ് ആൻഡ് നെർവ് ഗാംഗ്ലിയ, റിസപ്റ്റേഴ്സും നെർവ് ഗാംഗ്ലിയയും ഉണ്ട്. അപ്പോൾ നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ നമ്മുടെ ഉള്ളത് ക്രേനിയൽ നെർവ്സ് ഉണ്ട്, സ്പൈനൽ നെർവ്സ് ഉണ്ട്, പിന്നെ റിസപ്റ്റേഴ്സും ഗാംഗ്ലിയ ഉണ്ട്. അതിൽ ക്രേനിയൽ നെർവ്സ് 12 പെയേഴ്സാണുള്ളത്, സ്പൈനൽ നെർവ്സ് 31 പെയേഴ്സാണുള്ളത്. അതാണ് നമ്മുടെ ഈ സ്പൈനൽ നെർവ്സാണ് നെർവസ് സിസ്റ്റത്തിനെയും അതിലെ ഓർഗൻസിനൊക്കെ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ എന്തുണ്ട്, റിസപ്റ്റേഴ്സ് ഉണ്ട്, നെർവ് ഗാംഗ്ലിയൻസ് ഉണ്ട്. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന രണ്ടെണ്ണമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ബ്രെയിനും സ്പൈനൽ കോഡും ആണുള്ളത്. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ ഇത്രയും ഭാഗങ്ങളാണുള്ളത്. അപ്പോൾ ഇതെന്ത് ചെയ്യണം, നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു ഡയഗ്രാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു ഡയഗ്രാണ്. ഇത് നമ്മുടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇത് നമ്മുടെ എന്താണ്, നമ്മുടെ ബ്രെയിനാണ്. ഈ ബ്രെയിനിൻ്റെ ഈ ഒരു ഭാഗം, ഈ നീല കളറിൽ കാണുന്ന ഭാഗം കണ്ടോ, ഈ നീല കളറിൽ കാണുന്ന ഭാഗത്തിന് സൂം ചെയ്തിട്ടാണ് എന്ത് കാണിച്ചിരിക്കുന്നത്, ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഈ നീല കളറിൽ കാണുന്ന ഇതിനെ സൂം ചെയ്തിട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ നോക്കിയേ, ഇതിൽ പ്രധാനമായിട്ടും 3 ഭാഗമുണ്ട്. ഒരു
ഓറഞ്ച് കളറിൽ, പിന്നെ ഒരു മഞ്ഞ കളറിൽ, പിന്നെ ഒരു റെഡ് കളറിൽ കിടക്കുന്ന ഈ ഭാഗം. ഈ 3 ഭാഗത്തിനെയും ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് മെനിഞ്ചസ്. എന്തിനാണെന്നറിയോ മെനിഞ്ചസ്? നമ്മുടെ ബ്രെയിനിനെ കവർ ചെയ്ത് കാണുന്ന സംഭവമാണ് മെനിഞ്ചസ്. 3 ലെയർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഭാഗമാണ് മെനിഞ്ചസ്. ഈ മെനിഞ്ചസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്, മെനിഞ്ചസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ബ്രെയിനിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് കാണുന്നുണ്ട്. ബ്രെയിനിൻ്റെ ഉള്ളിൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് കാണുന്നുണ്ട്. അതൊക്കെ എന്തിനാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഈ കാണുന്നതാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയും. ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൻ്റെ ഒക്കെ ഫങ്ഷൻ എന്താണെന്നും അതേപോലെ തന്നെ ഈ മെനിഞ്ചസിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നും നമുക്ക് പഠിക്കാനുണ്ട്. ഇതൊക്കെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസൊക്കെ കറക്റ്റായിട്ട് നടക്കാൻ, അതേപോലെ തന്നെ അവയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഈ മെനിഞ്ചസിൻ്റെയും സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൻ്റെ ഒക്കെ ഫങ്ഷൻ. അപ്പോൾ അതെന്ത് ചെയ്യാം, നമുക്ക് അതിനെ പറ്റിയിട്ടാണ് നമുക്കിനി പഠിക്കാനുള്ളത്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നോക്കി, ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് കവേർഡ് ബൈ എ 3-layered മെനിഞ്ചസ്. ഞാൻ പറഞ്ഞു ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും കവർ ചെയ്തിട്ട് നമുക്ക് 3 ലെയർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെനിഞ്ചസ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിനെ പറ്റിയിട്ടാണ് പറയുന്നത്. Cerebrospinal fluid is the fluid that is filled in between the inner membrane of meninges, in which cavities of the brain and central canal of the spinal cord. അതായത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെനിഞ്ചസിൻ്റെ ഇന്നർ മെംബ്രെയിൻ, അതായത് നമ്മുടെ മെനിഞ്ചസ് നമ്മൾ പഠിച്ചു. ഈ മെനിഞ്ചസിൻ്റെ ഉൾഭാഗത്ത് കാണുന്ന ഫ്ലൂയിഡാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൻ്റെ ക്യാവിറ്റിയിൽ കാണുന്നതും എന്താണ്, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡാണ്. ഓക്കെ ആണല്ലോ. ഇനി എഫിഡെൻറ്റൈൽ സെൽസ് പ്ലേ എ റോൾ ഇൻ ദ ഫോർമേഷൻ ഓഫ് ദിസ് ഫ്ലൂയിഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എഫിഡെൻറ്റൈൽ സെൽസിനൊക്കെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എഫിഡെൻറ്റൈൽ സെൽസ് നമ്മുടെ ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഫോം ചെയ്യുന്നതിന് പ്രധാനമായിട്ടുള്ള ഫങ്ഷൻ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്, എഫിഡെൻറ്റൈൽ സെല്ല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. ചിലപ്പോൾ എക്സാമിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള പാർട്ടാണ്. എന്താണ് നമ്മുടെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൻ്റെ ഫങ്ഷൻ എന്താണെന്നാണ് ചോദ്യം. എന്തൊക്കെയാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൻ്റെ ഫങ്ഷൻ? പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദി ടിഷ്യൂസിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് എന്തിൻ്റെ ഫംഗ്ഷനാണ്, നമ്മുടെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൻ്റെ ഫംഗ്ഷനാണ്. അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വേസ്റ്റിനൊക്കെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതും ഫംഗ്ഷനാണ്. പിന്നെന്താണ്, പ്രഷർ റെഗുലേറ്റ് ചെയ്യുക. അതായത് നമ്മുടെ ബോഡിയിൽ പ്രഷർ എന്ത് ചെയ്യാൻ പാടില്ല, കൂടാനും പാടില്ല കുറയാനും പാടില്ല, ഒരു കറക്റ്റായിട്ടുള്ള ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. അപ്പം നമ്മുടെ പ്രഷർ റെഗുലേറ്റ് ചെയ്യാനായിട്ട്, അതേപോലെ തന്നെ എക്സ്റ്റേണൽ ഇഞ്ചുറിയിൽ നിന്ന് ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ആരാണ്, നമ്മുടെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ച് വെക്കണം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ബ്രെയിനിൻ്റെ ഓരോരോ പാർട്ടിനെ പറ്റിയിട്ടാണ്. പഠിക്കാനുള്ളത് ബ്രെയിനിൻ്റെ പാർട്ടിനെ പറ്റിയിട്ടാണ്. ഈ ഫിഗർ നിങ്ങൾ നല്ല പോലെ മനസ്സിൽ വരച്ച് പഠിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഈ ഓരോ ഭാഗങ്ങളും അടയാളപ്പെടുത്താനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഓരോ ഭാഗങ്ങളും വളരെ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ ഓരോ പാർട്ടിൻ്റെയും ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് സെറിബ്രത്തിനെ പറ്റിയിട്ടാണ്. ബ്രെയിനിൽ കാണുന്ന ഫസ്റ്റ് പാർട്ടാണ് സെറിബ്രം എന്ന് പറയുന്നത്. ഈ സെറിബ്രത്തിൻ്റെ ലൊക്കേഷൻ നമുക്കൊന്ന് നോക്കാം. സെറിബ്രത്തിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നോക്കിയേ, ഈ ഭാഗമാണ് ഏറ്റവും പുറമേ കാണുന്ന ഈ ഒരു ഭാഗമാണ് നമ്മുടെ സെറിബ്രം എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗമാണ് സെറിബ്രം. അപ്പോൾ ആ സെറിബ്രം എവിടെയാണ് കാണുന്നത്, അതിൻ്റെ ഭാഗമൊക്കെ അടയാളപ്പെടുത്താൻ വേണമെങ്കിൽ ചോദിക്കാം. ഇവിടെ ഒരു തന്നിട്ട് ഇത് എ എന്ന് തന്നിട്ട് ഇത് ഏത് പാർട്ടാണ് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ആ ഒരു സെറിബ്രം ഏതൊരു പാർട്ടിലാണ് കാണുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ ഈ സെറിബ്രത്തിൽ കാണുന്ന ഏറ്റവും പുറമെയുള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ബ്രെയിനിൽ കാണുന്ന ഏറ്റവും പുറമെയുള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാം, സെറിബ്രം എന്ന് വിളിക്കുക. ഓക്കെ ആണല്ലോ. ഇനി അതിനെ പറ്റിയിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നതെന്ന് പഠിക്കാം.
ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ, നമ്മുടെ സെറിബ്രാണ് നമ്മുടെ ബ്രെയിനിൻ്റെ ഏറ്റവും വലിയ പാർട്ട്. അപ്പോൾ അതൊരു പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. നമ്മുടെ ബ്രെയിനിൻ്റെ ഏറ്റവും വലിയ പാർട്ട് ഏതാണെന്ന് ചോദിക്കാം. അപ്പോൾ ഏതാണ്? ബ്രെയിനാണ്. It a part where grey matter is seen is called cortex and in a part where white matter is seen is called medulla. ഇനി നമ്മുടെ ബ്രെയിനിൻ്റെ സെറിബ്രത്തിനെ 2 പാർട്ടാക്കിയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഒന്ന് പുറമേയുള്ള ഭാഗമെന്നും ഒന്ന് ഉള്ളിലുള്ള ഭാഗമെന്നും. പുറമേയുള്ള ഭാഗത്തിനെ നമ്മൾ എപ്പോഴും വിളിക്കുന്ന പേരാണ് കോർട്ടെക്സ്. ഇപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഓർഗൻസ് എടുക്കുകയാണെങ്കിൽ തന്നെ അത് നമ്മൾ ഡിഫറെൻറ്റ് പാർട്സ് ആക്കി തിരിച്ചിട്ടുണ്ട്. അതിൽ പുറമേയുള്ള ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോർട്ടെക്സ്. ഉള്ളിലുള്ള ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെഡുല എന്ന് വിളിക്കുക. അതാണ് നമ്മുടെ അടുത്ത് വെച്ച് പറഞ്ഞിരിക്കുന്നത്. ദ ഔട്ടർ പാർട്ട് ഈസ് കോൾഡ് കോർട്ടെക്സ്. ഓക്കെ ആണല്ലോ. ദ ഇന്നർ പാർട്ട് കോൾഡ് മെഡുല. ഇനി അതിലൊരു പോയിന്റും കൂടി പറഞ്ഞിട്ടുണ്ട്. കോർട്ടെക്സ് എന്ന് പറയുന്നത് ഗ്രേ മാറ്റർ ആണ്. ഗ്രേ മാറ്റർ എന്താണെന്ന് നമ്മൾ മുമ്പത്തെ സ്ലൈഡിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഗ്രേ മാറ്റർ എന്ന് പറയുന്നത്? മൈലിൻ ഷീറ്റ് ഇല്ലാത്ത ന്യൂറോൺസ് കാണുന്ന ഒരു സ്പേസിനെയാണ് നമ്മൾ ഇതെന്ന് വിളിക്കുക, ഗ്രേ മാറ്റർ എന്ന് വിളിക്കുക. അപ്പോൾ കോർട്ടെക്സ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രേ മാറ്റർ ആണ്. അതായത് മൈലിൻ ഷീറ്റുകൾ പൊതുവെ കാണപ്പെടാത്ത റീജിയൻ ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ മൈലിൻ ഷീറ്റ് ഇല്ലാത്ത ന്യൂറോൺസ് ആയിരിക്കും അവിടെ കൂടുതലും കാണാം കോർട്ടെക്സിൽ. ഇനി മെഡുല എന്ന് പറയുന്നത് എന്താണ്? മെഡുല എന്ന് പറയുന്നത് വൈറ്റ് മാറ്റർ ആണ്. വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത് എന്താണ്? അവിടെ എന്തായിരിക്കും ഉണ്ടാവുക? നമ്മുടെ മൈലിൻ ഷീറ്റ് കൂടുതലായിട്ട് കാണുന്ന നമ്മുടെ ന്യൂറോൺസ് ആയിരിക്കും കാണുന്നുണ്ടാവുക. ഇനി ഇതിൻ്റെ ഫങ്ഷൻസ് ആണ്, ഈ സെറിബ്രത്തിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. ദേ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ പ്രോബ്ലം സോൾവിങ്. അതായത് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് നമ്മുടെ ലൈഫിൽ വരാണെങ്കിൽ അതിന് പെട്ടെന്ന് എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ സെറിബ്രാണ്. അതേപോലെ തന്നെ പ്ലാനിങ്, നമ്മുടെ ലൈഫ് എങ്ങനെ പോകണം, നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്താവണം, അങ്ങനെയൊക്കെ നമ്മുടെ ലൈഫിൽ ഓരോന്ന് പ്ലാൻ ചെയ്യില്ലേ, അങ്ങനെ പ്ലാനിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് സെറിബ്രാണ്. അതേപോലെ തന്നെ വോളണ്ടറി മൂവ്മെൻറ്റ്. വോളണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന മൂവ്മെൻറ്റ്സ്. അതായത് നമുക്ക് നടക്കാൻ പറ്റും, കാലടിക്കാൻ പറ്റും, കൈയടിക്കാൻ പറ്റും, അതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന മൂവ്മെൻറ്റ്. അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുന്ന മൂവ്മെൻറ്റിനെയാണ് നമ്മൾ വോളണ്ടറി മൂവ്മെൻറ്റ് എന്ന് വിളിക്കുക. ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ എന്താ? നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത മൂവ്മെൻറ്റ്സ്. അതായത് ഇപ്പോൾ നമുക്ക് വെള്ളം ദാഹിക്കുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ദാഹിക്കുന്നത് ഓട്ടോമാറ്റിക് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഡൈജഷൻ, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഡൈജഷൻ, ദഹന പ്രക്രിയ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? ഇല്ല. അതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഹേർട്ട് ബീറ്റ്, ഇതൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റാത്ത മൂവ്മെൻറ്റ്സിനെയാണ് നമ്മൾ ഇൻവോളണ്ടറി മൂവ്മെൻറ്റ് എന്ന് വിളിക്കുക. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന മൂവ്മെൻറ്റ്സ് ആയിട്ടുള്ള വോളണ്ടറി മൂവ്മെൻറ്റ്സ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സെറിബ്രാണ്. അതേപോലെ തന്നെ നമ്മുടെ മെമ്മറി ഇതാവുന്നത് നമ്മളെപ്പോഴും പറയാറുണ്ട്, പഠിക്കുമ്പോൾ ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നുള്ളത്. അതിന് കാരണം ആരാ? നമ്മുടെ സെറിബ്രാണ്. അതേപോലെ തന്നെ ഇൻ്റലിജൻസ്, നമ്മുടെ ബുദ്ധിക്ക് കാരണം സെറിബ്രാണ്. പിന്നെ തിങ്കിങ് ആൻഡ് ഇമാജിനേഷൻ, നമ്മുടെ ഇമാജിനേഷൻ, അതിനൊക്കെ കാരണം സെറിബ്രാണ്. പ്രൊവൈഡ് വേരിയസ് സെൻസറി എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ സെൻസറി എക്സ്പീരിയൻസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് സെറിബ്രാണ്. സെൻസറി എക്സ്പീരിയൻസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അറിയാൻ പറ്റും. അതേപോലെ തന്നെ മണം കൊണ്ട് അറിയാൻ പറ്റും, കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങൾ അറിയാൻ പറ്റും. അതേപോലെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സെറിബ്രാണ്. ഇനി അടുത്ത പാർട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്, സെറിബെല്ലം. നമുക്ക് പഠിക്കാനുള്ളതാണ് സെറിബെല്ലം. സെറിബെല്ലം എന്ന് പറയുന്നത് നമ്മുടെ സെറിബ്രം കഴിഞ്ഞിട്ട് വരുന്ന ഏറ്റവും വലിയ പാർട്ടാണ് എന്തെന്ന് പറയുന്നത്, സെറിബെല്ലം. സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ. സീൻ ബിഹൈൻഡ് ആൻഡ് ബിലോ സെറിബ്രം. അതായത് സെറിബ്രത്തിൻ്റെ ബിഹൈൻഡ്, പിന്നിലായിട്ടും അതിന് താഴെയായിട്ടുമാണ് എന്ത് കാണുന്നത്? നമ്മുടെ സെറിബ്രം കാണുന്നത്. അതായത് ഇതാണ് സെറിബ്രം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതാണ് സെറിബ്രം. ഈ സെറിബ്രത്തിൻ്റെ പിന്നിൽ, ഈ സെറിബ്രത്തിൻ്റെ പിന്നിൽ എന്ന് പറയുമ്പോൾ ഇതാണ് പിന്നിൽ എന്ന് വിചാരിക്കാം. അപ്പോൾ സെറിബ്രത്തിൻ്റെ പിന്നിൽ ഇതിനോട് ചെറുതായിട്ട് താഴ്ന്നിട്ട്, അതായത് ഈ ഒരു കറക്റ്റ് ലൊക്കേഷനിലാണ് നമ്മുടെ ആര് കാണുന്നത്? നമ്മുടെ സെറിബെല്ലം കാണുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി എന്താ? ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം, അതിൻ്റെ ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം ഓഫ് ദി ബോഡി ബൈ കോർഡിനേറ്റിംഗ് മസ്കുലാർ ആക്ടിവിറ്റീസ്. അതായത് നമ്മുടെ ബോഡിയുടെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് സെറിബെല്ലാണ്. ഇക്വിലിബ്രിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമുക്കിപ്പോൾ നേരെ നടക്കാൻ പറ്റുന്നത്, അതായത് നമുക്ക്
കുഴയാതെ ഒന്നും നേരെ സ്റ്റഡി ആയിട്ട് നടക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുക. സ്റ്റഡി ആയിട്ട് നമുക്ക് നടക്കാൻ പറ്റും, അതേപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ബോഡിക്ക് കൃത്യമായിട്ടുള്ളൊരു പൊസിഷനിലൊക്കെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ, ഇപ്പോൾ നമ്മൾ കള്ളു കുടിച്ചവരൊക്കെ കണ്ടിട്ടില്ലേ, അവരിങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും കുഴഞ്ഞാടുന്നത്, അത് ശരിക്കും ഇവരുടെ ഈ സെറിബ്രല്ലത്തിന് ബാലൻസ് തെറ്റുന്നതാണ്. അതുകൊണ്ടാണ് അവരിങ്ങനെ ഇങ്ങനെ കുഴഞ്ഞൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോഡി കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ആരാണ്? സെറിബെല്ലമാണ്. ഒക്കെയാണല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് തലാമസ് ആണ്. തലാമസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ഏറ്റവും ഉള്ളിലത്തെ പാർട്ടിനെയാണ് നമ്മൾ തലാമസ് എന്ന് വിളിക്കുക. ആക്ടേഴ്സ് റിലേ സ്റ്റേഷൻ ഓഫ് മെസ്സേജസ് ടു ആൻഡ് ഫ്രം സെറിബ്രം. അതായത് സെറിബ്രത്തിൻ്റെ ഉള്ളിൽ നിന്നും സെറിബ്രത്തിൽ നിന്നും അതേപോലെ തന്നെ സെറിബ്രത്തിൽ നിന്ന് വേറെ ഭാഗങ്ങളിലോട്ടേക്കും തലാമസിലോട്ടേക്കും, ഇപ്പോൾ സെറിബ്രത്തിൽ നിന്ന് തലാമസിലോട്ടേക്കും തലാമസിൽ നിന്ന് സെറിബ്രത്തിലോട്ടേക്കും മെസ്സേജസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേഷനായിട്ട് നമുക്ക് എന്തിനെ പറയാൻ പറ്റും? തലാമസിനെ പറയാൻ പറ്റും. പിന്നെ നമ്മൾ കഴിക്കുന്ന പെയിൻ കില്ലേഴ്സ് ഒക്കെ ഇല്ലേ, പെയിൻ കില്ലേഴ്സ് നമ്മുടെ ബ്രെയിനിൻ്റെ ഈ തലാമസ് എന്ന് പറയുന്ന പാർട്ടിലാണ് എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും 3 പാർട്ടിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായി. ഇനി നമുക്ക് ബാക്കിയുള്ള പാർട്ടും കൂടി പഠിക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ള പാർട്ടാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് നമ്മൾ ഹോമിയോസ്റ്റാറ്റിസസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, അതായത് നമ്മുടെ സമനില, അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ഇക്വിലിബ്രിയം പൊസിഷൻ, അതേപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റൻ്റ്, അതായത് നമ്മുടെ ശരീരത്തിൽ ഓരോരോ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്? ഡൈജഷൻ ആയാലും അബ്സോർപ്ഷൻ ആയാലും അങ്ങനെ കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊരു കൃത്യമായിട്ടുള്ള രീതിയിൽ നടക്കുന്നതിനെയാണ് നമ്മൾ ഹോമോസ്റ്റാറ്റിസസ് എന്ന് വിളിക്കുക. അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എപ്പോഴും എക്സാംസിന് ചോദിക്കുന്ന, ഏത് എക്സാം ആയാലും ചോദിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്, റെഗുലേറ്റിംഗ് ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് നമ്മുടെ ഹൈപ്പോ തലാമസ് ആണ്. പിരി തന്നെയുണ്ട്. ഹൈപ്പോ എന്ന് പറയുമ്പോൾ ഹൈപ്പോ ടെമ്പറേച്ചർ. അപ്പോൾ ഹൈപ്പോ തലാമസ് നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ ഹങ്കർ, തേഴ്സ്റ്റ് ആൻഡ് ഇമോഷൻ, അതായത് നമുക്ക് വിശപ്പ് വരുന്നത്, അതേപോലെ തന്നെ തേഴ്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാഹം വരുന്നത്, ഇമോഷൻസ് നമുക്ക് ഫീലിങ്സ് ഒക്കെ വരുന്നത് എന്തിൻ്റെ കാരണമാണ്? ഈ ഹൈപ്പോ തലാമസ് മൂലമാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബ്രെയിൻ സ്റ്റെം എന്നറിയപ്പെടുന്ന 3 പാർട്ടിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത് നമ്മൾ 3 ഭാഗത്തെയാണ്, നമ്മുടെ ബ്രെയിനിലുള്ള 3 ഭാഗത്തിനെയും കൂടി ഒരുമിച്ചാണ് നമ്മൾ ബ്രെയിൻ സ്റ്റെം എന്ന് വിളിക്കുക. ഒന്നാണ് മിഡ് ബ്രെയിൻ, പിന്നെ ഒന്നാണ് പോൺസ്, പിന്നെ ഒന്നാണ് മെഡുല ഒബ്ലാങ്കേറ്റ. മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുല ഒബ്ലാങ്കേറ്റ, ഇത് 3നെയും കൂടി ഒരുമിച്ചാണ് നമ്മൾ വിളിക്കുന്നത് എന്ത്? ബ്രെയിൻ സ്റ്റെം എന്ന് വിളിക്കുന്നത്. അപ്പം നമുക്കിതിൻ്റെ ഓരോന്നിനെയും പറ്റിയിട്ട് പഠിക്കാം. ആദ്യം പഠിക്കുന്നതാണ് മിഡ് ബ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മുടെ കണ്ണുകൊണ്ടും, അതായത് നമുക്ക് വിഷൻ, അതായത് കാണാൻ പറ്റുന്ന ഇമേജസ് ഇല്ലേ, ആ കണ്ണുകൊണ്ട് നമുക്ക് കിട്ടുന്ന മെസ്സേജസും അതേപോലെ തന്നെ നമുക്ക് കേൾവി കൊണ്ട് കിട്ടുന്ന മെസ്സേജസിനെയും ഇവരെന്ത് ചെയ്യും? അസിസ്റ്റ് ചെയ്യും. അതായത് ഇവർ വിലയിരുത്തുന്നത് ആദ്യമായിട്ട് വിലയിരുത്തുന്നത് ആരാണ്? നമ്മുടെ മിഡ് ബ്രെയിൻ ആണ്. മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കിട്ടുന്ന മെസ്സേജസും അതേപോലെ തന്നെ കേൾവി കൊണ്ട് നമുക്ക് കിട്ടുന്ന മെസ്സേജസിനെയും അസിസ്റ്റ് ചെയ്യുന്നത് ആരാണ്? മിഡ് ബ്രെയിൻ ആണ്. ദിസ് പാർട്ട് ഹാസ് റോൾ ഇൻ മൂവ്മെൻറ്റ് ഓഫ് ഐസ് ആൻഡ് ഐബ്രോസ്. അതായത് നമ്മുടെ കണ്ണിൻ്റെ മൂവ്മെൻറ്റും അതേപോലെ തന്നെ നമ്മുടെ ഐബ്രോസ് ഇല്ലേ, ഐബ്രോസിൻ്റെ മൂവ്മെൻറ്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ മിഡ് ബ്രെയിൻ ആണെന്നാണ് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് പോൺസ് ആണ്. പോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ഐയുടെ, നമ്മുടെ കണ്ണിൻ്റെ, അതേപോലെ തന്നെ നമ്മുടെ ഫേസ്, നമ്മുടെ മുഖത്തുള്ള മൂവ്മെൻറ്റ്സിൻ്റെ അങ്ങനെയൊക്കെ മൂവ്മെൻറ്റ്, അവിടെയൊക്കെ കുറേ മസിൽസ് ഉണ്ട്. അതായത് നമ്മുടെ ഐസിൽ അതേപോലെ തന്നെ നമ്മുടെ ഫേസിലൊക്കെ ഒരുപാട് മസിൽസ് ഉണ്ട്. ഈ മസിൽസിൻ്റെ മൂവ്മെൻറ്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ പോൺസ് ആണ്. അതേപോലെ തന്നെ വെന്റിലൈസേഷൻ്റെ ഒക്കെ റേറ്റ് എന്ത് ചെയ്യും? റെഗുലേറ്റ് ചെയ്യുന്നത് പോൺസ് ആണ്.
ഇനി അടുത്തത് എന്താ, മെഡുല ഒബ്ലാങ്കേറ്റ എന്താണെന്നാണ് പഠിക്കുന്നത്. മെഡുല ഒബ്ലാങ്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ്, ഞാൻ നേരത്തെ പറഞ്ഞു ഇൻവോളണ്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത മൂവ്മെൻറ്റ്സിനെയാണ് നമ്മൾ ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് എന്ന് വിളിക്കുക. അതായത് ഇൻവോളണ്ടറി ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ്, വെന്റിലേഷൻ, വോമിറ്റിംഗ്, കഫ്, സ്നീസിങ്, ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, നമ്മുടെ മെഡുല ഒബ്ലാങ്കേറ്റയാണ്. പിന്നെ ഈ മൂന്നെണ്ണത്തിനെയും കൂടി ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രെയിൻ സ്റ്റെം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും പോർഷൻസാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അതിന് മുമ്പ് നമുക്ക് എവിടെയൊക്കെയാണ് ഓരോരോ പാർട്ടുള്ളതെന്നും ഒന്നും കൂടി നോക്കിയിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. സെറിബ്രം ഞാൻ പറഞ്ഞു, സെറിബ്രം കാണുന്നത് ഈ ഒരു ഭാഗത്താണ്. പിന്നെ നമ്മുടെ സെറിബെല്ലം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ സെറിബെല്ലം എന്ന് വിളിക്കുക. ഇനി നമ്മുടെ തലാമസ് നോക്കിയേ, ഈ ഒരു ഭാഗത്താണ് തലാമസ്. ഹൈപ്പോ തലാമസ് ആണ് ഈ കാണുന്നത് ഹൈപ്പോ തലാമസ്. പിന്നെ ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് നോക്കിയേ, ഈ ഒരു ഭാഗമാണ്, ഈ കാണുന്ന ഭാഗമാണ് നമ്മുടെ മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. പിന്നെ ഈ ഭാഗമാണ്, ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് പോൺസ്, ഇതാണ് നമ്മുടെ മെഡുല ഒബ്ലാങ്കേറ്റ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗവും അടയാളപ്പെടുത്താനും കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് ഈ ക്ലാസ്സിൽ. നമുക്ക് അടുത്ത ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇത്രയേ ഉള്ളൂ ഇന്ന് ഈ ക്ലാസ്സിൽ. അപ്പോൾ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം. കാരണം ഞാൻ ഇങ്ങനൊരു യൂട്യൂബിൽ ബിഗിനറാണ്. അപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഒക്കെ നിങ്ങൾക്കാണത് നോട്ടീസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ അതും കൂടി കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. ഒപ്പം തന്നെ താങ്ക്